നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അതിദാരുണമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലുണ്ടായ വാഹന അപകടത്തിൽ 4 പ്രവാസി യുവാക്കൾ മരണപ്പെട്ടു. കിഴക്കൻ പ്രവിശ്യയിലെ ഖുറൈസ് റോഡിൽ ഹറാദിൽ ഒട്ടകവുമായി കാറിടിച്ചാണ് അപകടമുണ്ടായത്. 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 4 പേരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം. സ്വകാര്യ കമ്പനി ജീവനക്കാരായ അഖിൽ നുമാൻ, മുഹമ്മദ് നസീർ, മുഹമ്മദ് റിദ്വാൻ എന്നിവരാണ് മരിച്ച ഇന്ത്യക്കാർ. ഇവർ ബംഗളൂരു സ്വദേശികളാണ്. മരിച്ച ഒരാൾ ബംഗ്ലാദേശ് സ്വദേശിയാണ്. 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചെന്നാണ് വിവരം. മരിച്ച 4 പേരും സാഗോ കമ്പനി ജീവനക്കാരാണ്. സാഗോ കമ്പനി ജീവനക്കാരായ 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി ജോലിക്ക് പോകുന്നതിനിടെ പെട്ടെന്ന് ഒട്ടകം റോഡിന് കുറുകെ കടന്നതാണ് അപകടത്തിന് കാരണമായതെന്നാണ് സൂചന. ഒട്ടകങ്ങൾ ധാരാളമായി കണ്ടുവരുന്ന പ്രദേശമാണിത്. അതിനാൽ വാഹനയാത്രക്കാർക്കായി ഈ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപകടം നടന്ന നിമിഷങ്ങൾക്കകം സിവിൽ ഡിഫൻസും റെഡ് ക്രസന്റും രക്ഷാപ്രവർത്തനത്തിനായി സംഭവസ്ഥലത്ത് ഉടൻ തന്നെ എത്തിയെങ്കിലും 4 പേരുടെയും മരണം സംഭവിച്ചിരുന്നു. അൽ അഹ്സ കിങ് ഫഹദ് ആശുപത്രിയിലാണ് ഈ 4 പേരുടെയും മൃതദേഹങ്ങളുള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായി കമ്പനി ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ അൽ അഹ്സ KMCC നേതാക്കൾ രംഗത്തുണ്ട്. അതേസമയം മലയാളിയെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സൗദി തലസ്ഥാനമായ റിയാദിൽ നിന്ന് 1200 കിലോമീറ്റർ അകലെ വടക്കൻ അതിർത്തി പട്ടണമായ അൽ ഖുറയാത്തിലെ സനായിയ ഏരിയയിൽ തിരുവനന്തപുരം കൊല്ലങ്കോട് സ്വദേശി വനജകുമാർ രഘുവരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹം നാട്ടിൽ പോയിട്ട് 7 വർഷമായിരുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ നേരിട്ടിരുന്നുവെന്നാണ് വിവരം. 25 വർഷമായി ഇവിടെ പ്രവാസിയായിരുന്ന അദ്ദേഹം അൽ ഖുറയാത്തിലെ സനായിയ ഏരിയയിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞതു മുതൽ അദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു. അലക്കിയ വസ്ത്രങ്ങൾ വിരിക്കാനായി വെള്ളിയാഴ്ച പുലർച്ചെ മുകളിലെ നിലയിലേക്ക് പോയ സഹപ്രവർത്തകരാണ് തൂങ്ങി മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു. ഒപ്പം ജോലി ചെയ്യുന്ന 3 പേരോടൊപ്പം കെട്ടിടത്തിന്റെ താഴെ നിലയിലാണ് വനജകുമാറും താമസിച്ചിരുന്നത്. സംഭവത്തെ തുടർന്ന് മറ്റു 3 പേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. മൃതദേഹം അൽ ഖുറയാത്ത് ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മരണാനന്തര നിയമ നടപടികൾ പൂർത്തിയാക്കാനും മൃതദേഹം നാട്ടിൽ അയക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്കും ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ഭാരവാഹി സലീം കൊടുങ്ങല്ലൂർ രംഗത്തുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.